സിനിമയായ യഥാർത്ഥ ദൃശ്യങ്ങൾ ഈ സീരീസിലെ 3 എപ്പിസോഡുകൾ ചേർത്തുള്ള ഒരു സിംഗിൾ വാച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 എപ്പിസോഡുകൾ ചേർത്തുകൊണ്ടുള്ള സിംഗിൾ വാച്ച് സീരീസിന്റെ 2ാം ഭാഗമാണിത്. യഥാർത്ഥ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തിന്റെ വീഡിയോ വൈറലാവുകയും പിന്നീട് അത് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചുമാണ് ഈ സീരീസിൽ നമ്മൾ പറയാറ്. അത്തരത്തിലുള്ള ചില റീക്രിയേഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടുള്ള സിംഗിൾ വാച്ച് എപ്പിസോഡ് കാണാൻ വേണ്ടി ഫസ്റ്റ് കമന്റ് നോക്കുമല്ലോ. ശിവകാർത്തികേയൻ, സായ് പല്ലവി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ്കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് അമരൻ. ധീര രക്തസാക്ഷി മേജർ മുകുന്ദ് വരദരാജന്റെ കഥയാണ് ചിത്രം പറയുന്നത്. തന്റെ 31ാം വയസ്സിലായിരുന്നു അദ്ദേഹം ഹിസ്ബുൽ മുജാഹിദീൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെടുന്നത്. ആ സിനിമയിലെ ഒരു രംഗമായിരുന്നു ഇത്. മേജർ മുകുന്ദ് തന്റെ മകളോടൊപ്പം ചെലവഴിക്കുന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ളതാണ്. ഭാര്യ ഇന്ദു റെബേക്ക വർഗീസ് ഷൂട്ട് ചെയ്ത ആ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ലഭ്യമാണ്. സിനിമയിൽ മേജർ മുകുന്ദിന്റെ ഫ്യൂണറൽ സെറമണി കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങളാണ്. സിനിമയിൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇന്ദു റെബേക്ക വർഗീസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും അശോക് ചക്ര വാങ്ങുന്ന രംഗങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങളാണ്. मुकुंद वरदराजन की पत्नी श्रीमती इंदु मुकुंद 2025 ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നെസ്ലൻ, ഗണപതി തുടങ്ങിയവരെല്ലാം തന്നെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. ആ സിനിമയിൽ അനഘ രവി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു നതാശ. നതാശയുടെ ഒരു ബോക്സിംഗ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊരു യഥാർത്ഥ രംഗത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ പോലെയാണ് കാണിക്കുന്നത്. ഒരു സെർബിയൻ ബോക്സിംഗ് താരത്തിന്റെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെ തന്നെയാണത്. ആഞ്ചല ഇലിക് എന്ന പേരുള്ള ഒരു സെർബിയൻ താരത്തിന്റെ വീഡിയോ പോലെ തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതൊരു ഹെയർ സ്റ്റൈലും ഡ്രസ്സും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂവ്മെന്റും അതുപോലെ തന്നെയാണ്. 2011 പ്രശാന്ത്, മീര ജാസ്മിൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു മമ്പട്ടിയാൻ. ത്യാഗരാജനായിരുന്നു ആ സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും. ഈ ഒരു ഗാനം ആ സിനിമയിലായിരുന്നു. ഈ ഒരു ഗാനം നമ്മൾ 2025 ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയിലും കേട്ടതാണ്. സിനിമയിൽ പ്രിൻസിന്റെ കല്യാണത്തിന് ബ്രൈഡിന്റെ എൻട്രിയിലായിരുന്നു ഈ ഒരു ഗാനം ഉപയോഗിച്ചത്. ഈ ഒരു രംഗവും യഥാർത്ഥത്തിൽ വൈറലായ ഒരു വീഡിയോയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വൈറലായ ഒരു യഥാർത്ഥ വിവാഹ വീഡിയോയിൽ നിന്നുമായിരുന്നു ആ ഒരു രംഗം ഇൻസ്പയർ ചെയ്തത്. ഇതേ ഗാനം ഉപയോഗിച്ച് മറ്റൊരു കല്യാണത്തിന്റെ എൻട്രി രംഗവും 2025 തന്നെ മറ്റൊരു സിനിമയിൽ വന്നിരുന്നു. അഭിഷാൻ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന തമിഴ് സിനിമയിലായിരുന്നു അത്. ആ ഒരു യഥാർത്ഥ വൈറൽ വീഡിയോയുടെ അതേ രീതി തന്നെയാണ് ഈ 2 സിനിമകളിലും ഉപയോഗിച്ചത്. അബിൻ ജോസഫ് എഴുതി അൻരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് നരിവേട്ട. പോലീസോட ജോലിയെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സ് യൂസ് பண்ண വേണ്ടി വരും. എല്ലാവരും സഹകരിക്കുക. സിനിമ മുത്തങ്ങ സമരത്തെക്കുറിച്ചും വെടിവെപ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. സിനിമയിൽ പ്രത്യക്ഷത്തിൽ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചൊന്നും തന്നെ വ്യക്തമായി പറയുന്നില്ല. ഒരു റൊമാൻറ്റിക് സിനിമയായും ത്രില്ലർ സിനിമയായിട്ടുമൊക്കെയാണ് കഥ പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളിലെ പൊളിറ്റിക്സ് വ്യക്തമായി പറയാൻ സിനിമ മടിക്കുന്ന പോലെയാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങൾ പലതും തന്നെ സിനിമയിൽ കാണിക്കുന്നില്ല. മെയിൻ ഇൻസിഡന്റിനെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ത്രില്ലർ സിനിമയാണിത്. ഗോത്ര മഹാസഭ സെക്രട്ടേറിയറ്റിൽ നടത്തിയ കുടിൽകെട്ടൽ സമരമൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അവൈലബിൾ ആണ്. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വന്നുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുന്നതും കരാർ എഴുതുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ ചില ഡയലോഗിലൂടെ മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് തന്നല്ലേ കടലാസ് ഒപ്പിട്ട് കൊടുത്തേ?
മന്ത്രിമാര് കടലാസിലേ കൊടുത്തുള്ളൂ. ഭൂമി നൽകാമെന്ന് മുഖ്യമന്ത്രി ഒപ്പുവെച്ച കരാർ പാലിക്കാത്ത പക്ഷം സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഗോത്രസഭയുടെ നിലപാട്. ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. കേരളത്തിലെ എല്ലാ ആദിവാസികൾക്കും ഭൂമി നൽകും എന്നതായിരുന്നു ആ കരാർ. കാട് കയ്യേറി സമരം ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ അക്കാലത്തും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റും കൈരളിയും മാത്രമായിരുന്നു പ്രൈവറ്റ് ചാനൽസ് ഉണ്ടായിരുന്നത്. സിനിമയിലും ഈ രണ്ട് ചാനലുകളെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. പോലീസും ആദിവാസികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് കൈരളി ചാനലും ഏഷ്യാനെറ്റും ഷൂട്ട് ചെയ്തിരുന്നു. ആ യഥാർത്ഥ ദൃശ്യങ്ങളെയാണ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കാണിച്ച ഇതുപോലെ തന്നെ ഒരു രംഗം യഥാർത്ഥ വീഡിയോയിലും കാണാവുന്നതാണ്. പോലീസുകാർ ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത ചാനൽ റിപ്പോർട്ടർമാരെയും അടിച്ചോടിക്കുന്നുണ്ട്. സിനിമയിലും അത് കാണാവുന്നതാണ്. സാഹസികമായി അവർ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു ഈ ക്രൂരത ജനങ്ങളെ അറിയിക്കാൻ കാരണമായത്. CK ശാന്തി എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് CK ജാനുവിനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്രമ സംഭവങ്ങൾക്ക് ശേഷം CK ജാനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ ഇങ്ങനെയായിരുന്നു. സിനിമയിലും ആ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ജാനുവിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന M ഗീതാനന്ദൻ എന്ന ആക്ടിവിസ്റ്റിനെയാണ് മധു എന്ന ക്യാരക്ടറിലൂടെ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ വനമന്ത്രിയായി കാണിക്കുന്ന ഈ ഒരു കഥാപാത്രം K സുധാകരനിൽ നിന്നും ഇൻസ്പയർ ചെയ്തിരിക്കുന്നതാണ്. കാരണം അക്കാലത്തെ വനമന്ത്രി K സുധാകരനായിരുന്നു. ഇത് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നതാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വളച്ചുകെട്ടി സമരം ചെയ്യാനുള്ള സ്ഥലമല്ല. ജോഗി എന്ന ആദിവാസി യുവാവായിരുന്നു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ആ വ്യക്തിയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് താമി എന്ന ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത്. സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ബഷീർ എന്ന കഥാപാത്രമാണ് മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിനോദ് എന്ന പോലീസുകാരനും മുത്തങ്ങ സമരത്തിനിടയിൽ മരിച്ചിരുന്നു. അന്ന് സമരത്തിൽ പങ്കെടുത്ത പലരെയും പിന്നീട് കണ്ടിട്ടില്ല എന്ന് CK ജാനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ കാണിച്ച കാര്യങ്ങളും സത്യമാകാൻ സാധ്യതയുണ്ട്. സിനിമ യഥാർത്ഥ പൊളിറ്റിക്സിനെ നിർവീര്യമാക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. പോലീസ് വേഴ്സസ് ട്രൈബ് എന്ന രീതിയിലാണ് സംഭവത്തെ കാണിക്കുന്നതും. 2006 രാജൻ പ്രമോദ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിലും മുത്തങ്ങ സമരം കാണിക്കുന്നുണ്ട്. യഥാർത്ഥ ദൃശ്യങ്ങളിലേതുപോലെ തന്നെയുള്ള പോലീസ് ആക്രമണവും ആ സിനിമയിലും കാണിക്കുന്നുണ്ട്. 2012 വിനീത് ശ്രീനിവാസൻ ചിത്രമായ തട്ടത്തിൻ മറയത്ത് റിലീസാകുന്നത്. ആ സിനിമയിലെ ഈ ഒരു ഗാനരംഗത്തിനിടയിൽ ഇങ്ങനെ ചിലത് എഴുതി കാണിക്കുന്നുണ്ട്. ഇൻസ്പയർഡ് ഫ്രം എ ഫേമസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏതാണ് ഒരു ഫോട്ടോഗ്രാഫ്? പനാജിയിൽ വെച്ച് രാജ് തിലക് നായക് എടുത്ത ഈ ഒരു ഫോട്ടോ ആയിരിക്കാം അവിടെ ഉദ്ദേശിച്ചത്. ജന്മാഷ്ടമി ദിനത്തിൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഏതോ മത്സരത്തിന് വേണ്ടി മകനെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്ന അമ്മയുടെ ചിത്രമായിരുന്നു അത്. ഇന്ത്യയുടെ കമ്മ്യൂണൽ ഹാർമണി കാണിക്കുന്ന ഈ ഒരു ചിത്രമാണ് വിനീത് ശ്രീനിവാസൻ ഈ ഒരു രംഗത്തിന് വേണ്ടി ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തല്ലുമാല എന്ന സിനിമയിൽ ഇത്തരത്തിലൊരു ആക്സിഡന്റ് രംഗം കാണാം. ഒരു കാലത്ത് കേരളത്തിൽ വൈറലായി പല മൊബൈലുകളിലും ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോയുടെ റീക്രിയേഷൻ ആയിരുന്നു ഇത്. *2010 കാലഘട്ടങ്ങളിൽ വൈറലായ ആ ഒരു വീഡിയോയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് തല്ലുമാലയിലെ ഈ രംഗം ഉണ്ടാക്കിയത്. 2023 അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത് ലുക്മാൻ, അനാർക്കലി മരക്കാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സുലൈഖ മൻസിൽ. ആ സിനിമയിൽ ഒരു പഴയ ആൽബം സോങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ രംഗങ്ങളെല്ലാം തന്നെ ഒരു യഥാർത്ഥ വൈറൽ വീഡിയോയുടെ റീക്രിയേഷൻ ആണ്. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. സലീം കൊടത്തൂർ എന്നൊരു ആർട്ടിസ്റ്റിന്റെ ഗാനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2008 അനസ് എന്നൊരു വ്യക്തി ചെയ്ത ഈ ഒരു ഡാൻസ് വൈറലായത്. ഇഷ്ടമോദിടുവാൻ പെണ്ണെ മടിയെന്തിനാ, ഇഷ്ടമോദിടുവാൻ പെണ്ണെ മടിയെന്തിനാ. ആ ഒരു വൈറൽ വീഡിയോയിലെ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെയാണ് ലുക്മാൻ അവതരിപ്പിക്കുന്നത്. 2023 CC നിതിൻ സംവിധാനം ചെയ്ത് ലുക്മാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കൊറോണ ദവാൻ. കൊറോണ കാലഘട്ടത്തിലെ കഥയാണ് ചിത്രം പറയുന്നത്. ആ ഒരു സമയത്ത് കേരളത്തിൽ വൈറലായ പല സംഭവങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു പോലീസിനെ ഡ്രോൺ വെച്ചുകൊണ്ടുള്ള നിരീക്ഷണം. Run.
യഥാർത്ഥത്തിലെ പല നിരീക്ഷണ വീഡിയോകളും അതുപോലെ തന്നെ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോകേഷ് കനകരാജ് വിജയ് ചിത്രമായ ലിയോയിലും ഒരു യഥാർത്ഥ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മത്സരത്തിനിടയിൽ മകൾക്ക് ബോട്ടിലിന്റെ അടപ്പ് തുറന്നു കൊടുക്കുന്ന രംഗമായിരുന്നു അത്. ഈ ഒരു രംഗം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ഷെഫിലെ ഈ ഒരു എപ്പിസോഡിൽ നിന്നാണ്. ഒരു സമയത്ത് വളരെ വൈറലായിരുന്ന ഒരു അച്ഛന്റെയും മകളുടെയും വീഡിയോ ആയിരുന്നു അത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ കഥ പറയുന്ന ചിത്രമാണ് അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി. ആ ഒരു സിനിമയിൽ യോഗിയുടെ ജീവിതത്തിലെ പല യഥാർത്ഥ സംഭവങ്ങളെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള കഥയാണ് പറയുന്നത്. യോഗിയുടെ യഥാർത്ഥ പല സ്പീച്ചുകളും സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. मैंने अपने परिवार को छोड़ा है, मैंने अपने माँ बाप को छोड़ा है, लेकिन आज मुझे अपराधी बनाया जा रहा है. 2007 യോഗി നിയമസഭയിൽ കരഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത്. അത് സിനിമയിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. मैंने अपने घर को छोड़ा है, मैंने अपने माँ बाप को त्यागा है, और आज मुझे अपराधी बनाया जा रहा है. ഗുരുവായൂർ അമ്പലനടയിൽ 2024 മലയാളത്തിൽ വന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണത്. മിക്സഡ് റിവ്യൂകളോടുകൂടി കോടികളാണ് ആ ചിത്രം തിയേറ്ററിൽ നിന്നും വാരിയത്. സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ബൈക്ക് ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു അപകടത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോമറിന്റെ വേലിക്കകത്തേക്ക് ബൈക്ക് തെറിച്ചു വീണ് കിടക്കുന്നതായി കാണാം. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു സംഭവത്തെയാണ് സിനിമയിലും കാണിക്കുന്നത്. ട്രാൻസ്ഫോമറിലേക്ക് ഇടി കയറിയ കേസിൽ ബൈക്കുകൾ ഓടിച്ച 3 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കട്ടപ്പനയിൽ നടന്ന ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളും ട്രാൻസ്ഫോമറിനകത്തുള്ള ബൈക്കുമെല്ലാം തന്നെ വളരെ വൈറലായിരുന്നു. ആ ഒരു സംഭവത്തെയാണ് സിനിമയിലും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെതിരെയുള്ള മറ്റൊരു പ്രൊപ്പഗണ്ട ഫിലിമായിരുന്നു ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. വിജയ് ഗുട്ടെ സംവിധാനം ചെയ്ത ആ ചിത്രം 2019 റിലീസായത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗായി അഭിനയിച്ചത് അനുപം ഖേർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളുടെയും വീഡിയോകൾ ഈ ഒരു സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. मनमोहन सिंह ईश्वर की शपथ लेता हूँ कि मैं प्रधानमंत्री के रूप में अपने कर्तव्यों का 2022 ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമ്മൂട്, മമത മോഹൻദാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ലീഗൽ ത്രില്ലർ ചിത്രമാണ് ജനഗണമന. സിനിമയുടെ ആദ്യത്തിൽ കോളേജ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് VC പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. This is today's newspaper. See this. ഈ കൂട്ടരുടെ ഉദ്ദേശം എന്താണെന്ന് ഇവരുടെ വേഷം കണ്ട തിരിച്ചറിയാലോ. പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രം കണ്ടാൽ അവരാരാണെന്ന് തിരിച്ചറിയുമല്ലോ എന്നാണ് പറയുന്നത്. 2019 ഡിസംബറിൽ ജാർഖണ്ഡിലെ ദുംകയിൽ നടന്ന BJPയുടെ ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില വാചകങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. टीवी पे उनके जो दृश्य आ रहे हैं, ये आग लगाने वाले कौन है, वो उनके कपड़ों से ही पता चल जाता है. CAA പ്രൊട്ടസ്റ്റിൽ അക്രമം നടത്തുന്നത് ആരാണെന്ന് അവരുടെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുമല്ലോ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. VCയുടെ കഥാപാത്രത്തിന് വസ്ത്രത്തിലും ലുക്കിലും മോദിയുമായി സാമ്യം തോന്നിക്കുന്നുമുണ്ട്. 2024 സൂപ്പർ ഹിറ്റ് ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. മിക്സഡ് റിവ്യൂ ആയിട്ടും ചിത്രം കോടികളാണ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത്. ഈ ഡയലോഗിനോട് സാമ്യമുള്ള വാക്കുകൾ യഥാർത്ഥ ജീവിതത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മറ്റാരുമല്ല, ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനാണ് അങ്ങനെ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പല മാനറിസവും നിതിൻ മോളി എന്ന കഥാപാത്രത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഒമർ ലുലു സംവിധാനം ചെയ്ത ധമാക്ക എന്ന സിനിമയിലെ ഒരു രംഗമായിരുന്നു ഇത്. പുലർത്താൻ വേണ്ടി മീൻ വിൽക്കാൻ എത്തിയ ബിടെക് ബിരുദധാരിയാണ് ശിവ. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ രംഗം ചെയ്തത്. ഹനാൻ എന്ന പെൺകുട്ടി സ്കൂൾ യൂണിഫോമിൽ മീൻ വിറ്റ സംഭവം. 5 മണി ഷാർപ്പ് 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ചെമ്പക്കര മാർക്കറ്റില് എന്നെ ഈ തൃശ്ശൂർക്കാരനെ വന്ന് കാണാം. ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻപോളി ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ആ ഒരു സിനിമയിൽ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന ഒരു യഥാർത്ഥ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്താ മാറി നിൽക്കണേ? നീ എനിക്ക് വേറെ അല്ല കേട്ടോ. ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുസ്തഫ തോന്നിപ്പോയാ. സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോ
ഈ ഒരു വീഡിയോയാണ് സിനിമയിലും അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തത്. ഡയലോഗുകളും ഏകദേശം ഒരുപോലെയാണ്. നൊബേൽ പ്രൈസ് വിന്നർ മലാല യൂസഫ്സായിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ കഥ പറയുന്നത്. അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന് താലിബാന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് മലാല യൂസഫ്സായി എന്ന 14-കാരി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി താലിബാനെതിരെ പ്രതികരിക്കുകയും അതുകൊണ്ട് ആക്രമിക്കപ്പെടുകയും ചെയ്ത ആളായിരുന്നു മലാല യൂസഫ്സായി. സിനിമയിൽ സാഹിബ് എന്ന കഥാപാത്രത്തിന്റെ മകളെയും കാണിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. മലാല UN നടത്തിയ സ്പീച്ച് ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Honorable UN Secretary General, the UN General Assembly, dream shall come true. And every girl who have raised their voice for their right. പല യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന രീതിയിൽ സിനിമ എടുത്തതിന്റെ പേരിലാണ് എമ്പുരാൻ സിനിമ വിവാദമാകുന്നതും പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നതും പേരുകൾ റീഡപ്പ് ചെയ്യേണ്ടി വന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരികയൊന്നും ചെയ്യാതിരുന്ന പല യഥാർത്ഥ സംഭവങ്ങളും വ്യക്തികളെക്കുറിച്ചുമെല്ലാം സിനിമയിലുണ്ട് താനും. സിനിമയിൽ RPIM പാർട്ടിയുടെ സമ്മേളനം കാണിക്കുമ്പോൾ ഇത്തരത്തിലൊരു മെഗാ തിരുവാതിര കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുണ്ടായ ഒരു സംഭവം തന്നെയാണ്. CPIM പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു അത്തരത്തിലൊരു മെഗാ തിരുവാതിര ഉണ്ടായത്. ആ തിരുവാതിരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ടിലെ കാരണഭൂതർ എന്ന വാക്കാണ് പിന്നീട് ട്രോളന്മാർ ഏറ്റെടുത്തത്. RPIM എന്നത് CPIM-ഉം മേടയിൽ രാജൻ എന്നത് പിണറായി വിജയനെയും ആയിരിക്കാം സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച സജനചന്ദ്രൻ എന്ന കഥാപാത്രം K. സുരേന്ദ്രനെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾക്ക് ഒരു 10-35 സീറ്റ് കിട്ടിയാൽ 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കും. ഞാൻ കാരണം K. സുരേന്ദ്രൻ പറഞ്ഞ ഈ ഒരു വാക്കുകളെല്ലാം തന്നെ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കേരള നിയമസഭയിൽ 35 സീറ്റ് ഞങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേരളം ഞങ്ങൾ പറയുന്ന ആൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ബേസിൽ ജോസഫ് ചിത്രമാണ് മരണമാസ്. ഈ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പത്രസമ്മേളനത്തിനിടയിൽ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. അയാളൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുക, താമസിയാതെ വരും. ഈ ഒരു രംഗം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ നടത്തിയ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിന്നുമാണ്. ഒന്ന് വിളിച്ചോക്കപ്പോ എന്തോന്ന് ഈ ഒരു യഥാർത്ഥ രംഗമാണ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞ സംസ്കാര സമ്പന്നമായ വാക്കുകൾ തന്നെയാണ് സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. 2022 വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ദർശന, ബേസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ജയ 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 ഹേ എന്ന സിനിമയിലെ മതനേതാക്കളുടെ സ്ത്രീകളെ കുറിച്ചുള്ള ആകുലതകൾ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വൈറലായ ചില മതനേതാക്കളുടെ വീഡിയോകളുമായി ആ വീഡിയോക്ക് സാമ്യമുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു പാസ്റ്റർ പറയുന്ന ഡയലോഗാണിത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഡയലോഗുകൾ ഒരുപാട് മതനേതാക്കൾ പറഞ്ഞതായി കാണാം. നിങ്ങൾ ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ 3 മാറ്റം വരുത്തി സാത്താൻ കയറിട്ട സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു ഉസ്താദിന്റെ രംഗം ആ സിനിമയിൽ കാണാം. പെണ്ണുങ്ങൾ കാലുപൊക്കിയാൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് മക്കളെ. സ്ത്രീയെക്കുറിച്ചും സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വികലമായ സങ്കല്പങ്ങൾ പറയുന്ന ഒരുപാട് വൈറൽ വീഡിയോസ് ഈ ഗണത്തിൽ നാം കണ്ടിട്ടുണ്ട്. സ്ത്രീയുടെ മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. ആടം പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല. മറ്റൊന്നായിരുന്നു സ്വാമിയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. മീമുകളിലൂടെ പ്രസിദ്ധരായി മാറുകയും പിന്നീട് പല ക്രിമിനൽ കേസുകളിലും പെടുകയും ചെയ്യുന്ന ആൾ ദൈവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ രംഗം തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയായ യഥാർത്ഥ ദൃശ്യങ്ങളെ പോലെ തന്നെ യഥാർത്ഥ സിനിമാ സീനുകൾ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചും ഈ സീരീസിൽ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ ചില വീഡിയോസ് നമുക്ക് കാണാം. വൻ പരാജയം ഏറ്റുവാങ്ങിയ ടൊവിനോ തോമസ് ചിത്രമാണ് നടികർ. ലാൽ ജൂനിയർ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കാണിച്ച പല സിനിമാ രംഗങ്ങളും യഥാർത്ഥത്തിലുള്ള സിനിമാ രംഗങ്ങളുടെ റീക്രിയേഷനായി തോന്നിയിട്ടേയില്ല, ഒറ്റൊന്നൊഴിച്ച്. സിനിമയുടെ ട്രെയിലറിലും ആ ഒരു സിനിമാ രംഗമാണ് ഉപയോഗിച്ചത്. മധുബാൽ ഒരു ഡയറക്ടർ കഥാപാത്രം ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളായിരുന്നു യഥാർത്ഥ സിനിമയിൽ നിന്നും റീക്രിയേറ്റ് ചെയ്തത്. 1999 ഡെന്നീസ് ജോസഫ് എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായിരുന്നു FIR.
ആ സിനിമയിലെ നായകൻ സുരേഷ് ഗോപി അവതരിപ്പിച്ച മുഹമ്മദ് സർക്കാർ ആയിരുന്നു. വില്ലനായി വന്നത് മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് വില്ലനായ രാജീവ് അവതരിപ്പിച്ച നരേന്ദ്ര ഷെട്ടിയും. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല. FIR സിനിമയുടെ ഷൂട്ടിംഗ് പോലെ തോന്നിപ്പിക്കുന്ന രംഗങ്ങളാണ് നടികൾ സിനിമയിലും കാണിച്ചത്. ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്തു തീർക്കാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ സുരേഷ് ഗോപി മുഹമ്മദ് സർക്കാർ ആണെങ്കിൽ ഡേവിഡ് പടിക്കൽ മുഹമ്മദ് സാക്കിർ ആണ്. And മുഹമ്മദ് സർക്കാർ is മുഹമ്മദ് സാക്കിർ is highly influenced. ഷെട്ടിയുടെ ഇൻട്രോ സീനുമായി സാമ്യമുള്ള ഒരു രംഗമാണ് ഈ രംഗം. ഷൈൻ ടോം ചാക്കോയാണ് ഷെട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും. സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു രംഗമായിരുന്നു കാതോട് കാതോരത്തിലെ ദേവദൂതർ പാടി എന്ന ഗാനം. ഇതായിരുന്നു യഥാർത്ഥ സിനിമയിലെ ആ ഒരു പോർഷൻ. വളരെ പെർഫെക്റ്റായി ആ സിനിമയിലേതുപോലെ തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയെ മാത്രമാണ് AI ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റു അഭിനേതാക്കളായ ലിസി, സരിത പോലെയുള്ളവരെല്ലാം തന്നെ അവരുടെ അതേപോലെ തോന്നിപ്പിക്കുന്ന രൂപമുള്ളവരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംവിധായകനായ ഭരതനെയും നെടുമുടി വേണുവിനെയും എല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. 2019 ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. കാറുകളോട് ക്രേസുള്ള ഡ്രൈവറെ പിന്നിലിരുത്തി സ്വയം വണ്ടി ഓടിക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച സൂപ്പർ സ്റ്റാർ ഹരീന്ദ്രൻ. വല്ലപ്പോഴും ഓടിക്കാൻ തന്നാ കൊള്ളാമായിരുന്നു. ആ ഒരു സംഭവങ്ങൾക്ക് മമ്മൂട്ടിയുമായിട്ടാണ് ഏറെ സാമ്യമുള്ളത്. സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച മറ്റൊരു കഥാപാത്രമാണ് മെഗാസ്റ്റാർ ഭദ്രൻ. മെഗാസ്റ്റാർ എന്നും മമ്മൂട്ടിയെ തന്നെയാണ് വിളിക്കാറ്. എന്നാൽ സിനിമയിൽ ഭദ്രൻ അവതരിപ്പിക്കുന്ന ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. നരസിംഹം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ചില രംഗങ്ങളുമായി അതിനേറെ സാമ്യമുണ്ട്. ഭദ്രൻ ഡബ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ചില സിനിമാ രംഗങ്ങളുണ്ട്. ശ്രീ മോഹൻലാലിന്റെ നീരാളി സിനിമയുമായിട്ടാണ് ആ രംഗങ്ങൾക്ക് ഏറെ സാമ്യമുള്ളത്. നീ സുരക്ഷിതയാണ്. ഇത്തരത്തിൽ യഥാർത്ഥ സംഭവങ്ങളുടെ വീഡിയോസ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.